ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 27-ഉം 28-ഉം വാക്യങ്ങൾ. പത്രോസ് അവനോട്, ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചുവല്ലോ, ഞങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന് ചോദിച്ചു. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, എന്നെ അനുഗമിച്ചിരിക്കുന്ന നിങ്ങൾ പുനർജനനത്തിൽ മനുഷ്യപുത്രൻ തൻ്റെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങളും 12 സിംഹാസനത്തിലിരുന്ന് ഇസ്രായേൽ ഗോത്രം 12-നും ന്യായം വിധിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. യുവാവായ പ്രമാണി തൻ്റെ വമ്പിച്ച സമ്പാദ്യം നിമിത്തം മടങ്ങിപ്പോകുന്നത് പത്രോസ് കണ്ടു. ഈ സമയത്ത് പത്രോസിൻ്റെ ജഡം വീണ്ടും ഉയരുന്നു. അതായത് ജഡികമായ ചിന്ത. ധനവാന്റെ ചിന്താഗതിയിൽ ഒട്ടും അനുകൂലിക്കാതെ പത്രോസ് പറയുന്നത്, ഞങ്ങൾ സകലതും വിട്ട് നിന്നെ അനുഗമിച്ചുവല്ലോ. കർത്താവ് ആ പ്രമാണിയോട് പറയുന്നത്, നിനക്കുള്ളത് വിറ്റ് നീ ദരിദ്രന്മാർക്ക് കൊടുക്കുക. അത് കേട്ട് ആ ഒരു സ്പിരിറ്റിലാണ് പത്രോസിൻ്റെ ചോദ്യം. ഞങ്ങളെല്ലാം വിട്ടിട്ട് അനുഗമിച്ചവരാണ്, ഞങ്ങൾക്ക് എന്ത് കിട്ടും? പത്രോസ് കൂടെ തെറ്റിദ്ധാരണകൾക്ക് വശംവദരാകുന്ന ഒരു വ്യക്തിത്വത്തിനുടമയായിരുന്നു. കർത്താവ് പത്രോസിനെ വിളിക്കുമ്പോൾ മനുഷ്യനെ പിടിക്കുവാനല്ലാതെ മറ്റൊരു വാഗ്ദാനങ്ങളും നൽകുന്നില്ല. എന്ത് പ്രതിഫലമാണ് കൊടുക്കാമെന്നൊന്നും വ്യക്തമാക്കിയിട്ടില്ല. അതുകൊണ്ട് ഭാവിയെക്കുറിച്ചുള്ള ജിജ്ഞാസ പത്രോസിനുണ്ടായത് തികച്ചും മാനുഷികമായ നിലയിൽ ന്യായമുള്ളതാണ്. പത്രോസിൻ്റെ ഈ ഒരു പ്രതികരണത്തിൽ കർത്താവ് ശാസിക്കുന്നില്ല. എന്നെ അനുഗമിക്കുന്ന നിങ്ങൾ പുനർജനനത്തിൽ മനുഷ്യപുത്രൻ തൻ്റെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങളും 12 സിംഹാസനത്തിൽ ഇരുന്ന് ഇസ്രായേൽ ഗോത്രം 12 ന്യായം വിധിക്കുമെന്നാണ് അവരോട് പറയുന്നത്. കർത്താവിൻ്റെ സഹസ്രാബ്ദ വാഴ്ചയിലാണ് അവൻ്റെ ശിഷ്യന്മാർ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നത്. അവൻ അന്ന് ജീവിച്ചിരിക്കുന്ന ജാതികളെ ന്യായം വിധിക്കും. മത്തായി 25-ാം അധ്യായത്തിലും ലൂക്കോസ് 22-ാം അധ്യായത്തിലുമൊക്കെ കർത്താവ് നൽകുന്ന സൂചനകൾ ദൈവരാജ്യത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചാണ്. ഈ ഭൂമി വലിയ പരിവർത്തനത്തിന് വിധേയമാകുമെന്ന് വെളിപ്പാട് പുസ്തകത്തിലുണ്ട്. ഒന്നാമത്തെ അവസ്ഥ മാലിന്യത്തിന് വിധേയമായ ഇന്നത്തെ നിലയാണ്. രണ്ടാമത്തേത് പുനർജനനമാകുന്ന സഹസ്രാബ്ദം. മത്തായി 19-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നതാണ്. മൂന്നാമത്തേത് നിത്യമായ അവസ്ഥ. അന്ന് ദൈവം സകലതും പുതിയതാക്കും. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം. ഈ 3 അവസ്ഥകളും മനുഷ്യൻ്റെ 3 നിലകളോട് ഏറെക്കുറെ ഒത്തു നിൽക്കുന്നുണ്ട്. ഒന്നാമത് പാപത്തിന് വിധേയമായ ഒരു പ്രാകൃത നില. രണ്ടാമത്തേത് പുനർജനനത്തിൻ്റെ ഒരു നിലയാണ്. അന്ന് ജഡം ആത്മാവിന് കീഴ്പ്പെട്ടിരിക്കും. മൂന്നാമത് കർത്താവിൻ്റെ വരവിൽ സകലവും പൂർത്തിയാക്കപ്പെടുന്ന അവസ്ഥ. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തിൽ കർത്താവ് പറയുന്നത്, ജയിക്കുന്നവൻ തന്നോടുകൂടെ സിംഹാസനത്തിലിരിക്കും. എല്ലാ വിശ്വാസികളും ജയിക്കുന്നവരാണ്. ക്രിസ്തു സകലത്തിൻ്റെയും അവകാശിയാണ് എന്ന് 1 യോഹന്നാൻ 5-ാം അധ്യായത്തിൽ കാണുന്നു. വിശ്വാസികൾ ക്രിസ്തുവിനോടുകൂടെ കൂട്ടവകാശികളാണ്. അവർ അവനോടുകൂടി അഖിലാണ്ടത്തിൻ്റെ ഭരണത്തിൽ പങ്കാളികളായിരിക്കും. അതുകൊണ്ട് കർത്താവ് നൽകുന്ന വലിയൊരു യുഗാന്ത്യ പ്രത്യാശയാണ്. ഞങ്ങൾക്ക് എന്ത് ലഭിക്കുമെന്ന വലിയ വിചാരത്തോടും ഭാരത്തോടും കൂടി ഇരിക്കുന്നവർക്ക് ദൈവം തമ്പുരാൻ നൽകുന്ന വാഗ്ദത്തമാണ് പുനർജനനത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന മഹത്വം. ക്രിസ്തീയ ജീവിത വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെ ഈ ഒരു വിശ്വാസത്തിലാണ്. ഇതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ആണിക്കല്ല്. ആ ഒരു വലിയൊരു പ്രത്യാശയിലാവണം ഈ ഭൂമിയിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുന്നതിനും ഒരുക്കപ്പെടുന്നതിനും. അതുകൊണ്ട് കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, പുതിയ പ്രഭാതത്തിനായും അതിൻ്റെ സാധ്യതകൾക്കായും നന്മകൾക്കായും സ്തോത്രം. ഞങ്ങൾ ആകുല ചിത്തരാകുമ്പോൾ
ഞങ്ങൾ അങ്ങയുടെ നാമമഹത്വത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ത്യജിച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഇരട്ടി പ്രതിഫലം നൽകും എന്ന വാഗ്ദത്തത്തിൽ ഞങ്ങൾ വിശ്വസിച്ച് ജീവിപ്പാൻ സഹായിക്കണമേ. ഇന്ന് പകലിൽ ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ ദൈവം ഞങ്ങളെ ഇടയാക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലായിരിക്കാൻ ഇന്നത്തെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ വ്യവഹാര ഇടങ്ങളിലും ഞങ്ങളെ ഇടയാക്കണമെന്ന് യേശു മശിഹ മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിൻ്റെ കൃപയും അളവറ്റ കരുണയും നമ്മോടുകൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.